ഹലോ, എല്ലാവർക്കും ഡേയ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് പീസ് കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടി വന്നതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച വൈറ്റ് പീസാണ് ഇട്ട് കൊടുക്കുന്നത്. രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് കുക്കറിൽ പാകത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വരട്ടെ. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടി ഒരു 1/4 മുറി തേങ്ങ ചിരകിയതാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് വിസിലെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് നന്നായി തിളച്ച് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് പാകത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വൈറ്റ് പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇടിയപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ലൊരു കറിയാണിത്. എന്നാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.